ലാ യൻദുറുല്ലാഹു അസ്സ വജല്ല ഇലൈഹിം. കാരുണ്യവാനായ അല്ലാഹു റഹ്മത്തിന്റെ ഒരു നോട്ടം പോലും അവരിലേക്ക് നോക്കുകയില്ല. വലാ യുസക്കീഹിം, അവർക്ക് അല്ലാഹു സംസ്കരണം നൽകുകയുമില്ല. വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ടാകും എന്ന് പറഞ്ഞ 3 വിഭാഗം ശ്രദ്ധിക്കണമേ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുക. വാർദ്ധക്യത്തിലേക്ക് കടക്കാനായിട്ടുണ്ട്. 40 അല്ല 50 കഴിഞ്ഞ് 60 കഴിഞ്ഞ് 70 കഴിയാറായിട്ടുണ്ട്. എന്നാലും വ്യഭിചാരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, എന്നിട്ടും വ്യഭിചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രായമുള്ള മനുഷ്യൻ, വ്യഭിചാരം ഇഷ്ടപ്പെടുന്ന വൃദ്ധരായ ആളുകൾക്കാണ് ഉശൈമിതുൻ സാനിൻ എന്ന് നബി തങ്ങൾ പറഞ്ഞത്. അവരെ അല്ലാഹു നോക്കുക പോലുമില്ല, അവർക്ക് സംരക്ഷണം നൽകുകയില്ല. വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയാൽ അവർ അല്ലാഹു ശിക്ഷിക്കുമത്രേ. രണ്ടാമത്തേത് വആഇലുൻ മുസ്തക്ബിർ, ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളാണ്, പക്ഷേ അഹങ്കാരിയാണ്. ദാരിദ്ര്യമാണ്, ഒരു നേരം പുക ഉയരാനുള്ള വക പോലുമില്ലാതെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന മനുഷ്യനാണ്. പക്ഷേ ആര് സത്യം പറഞ്ഞാലും അംഗീകരിക്കില്ല. പിടിവാശിക്കാരനായ ദാരിദ്ര്യമുള്ള ആള്, അത്തരം ആളുകളും പേടിക്കണമേ. മൂന്നാമത്തേത് തങ്ങൾ പറഞ്ഞു ഈമാനിനെ ഒരു ചരക്കായി കൊണ്ടു നടക്കുന്നവരും പേടിക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളായ ആളുകൾ അഹങ്കാരമില്ലാത്തവരാണ്, വിനയാന്യുതരാണ്. ഒരു വിശ്വാസിയുടെ സ്വഭാവം വിനയമാണ്. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു കൂട്ടം മിസ്കീന്മാരുടെ അരികത്ത് കൂടെ നടന്നു പോകുമ്പോ അവര് പറഞ്ഞു, ഇലൈനാ യാ അബാ അബ്ദില്ലാഹ്, ഹുസൈൻ എന്നവരെ, ഹുസൈൻ തങ്ങളെ ഞങ്ങളുടെ അടുത്തേക്കൊന്ന് വന്നിരിക്കണേ, ഞങ്ങളുടെ കൂടെ ഒന്നിരിക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നഅം, ഞാൻ നിങ്ങളുടെ കൂടെ വരാം. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്തക്ബിരീൻ, അഹങ്കാരമുള്ളവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്നല്ലേ പറഞ്ഞത്. അങ്ങനെ ആ മിസ്കീന്മാരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് പറഞ്ഞു, ഖദ് അജബ്തുക്കും, നിങ്ങൾ എന്നെ വിളിച്ചപ്പോ ഞാൻ വന്നില്ലേ, ഫഅജീബൂനി, എനിക്കും നിങ്ങൾ ഉത്തരം തരണം. ആ മിസ്കീന്മാരെ മുഴുവനും മഹാനായ ഹുസൈൻ ഇബ്നു അലിയാർ തങ്ങള് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ റുബാബ് ബീവിയോട് പറഞ്ഞു, റുബാബ് എന്നവരോട്, ഇലയ്യ മദ്ദഖർതി, പെണ്ണേ ഭാര്യ, നിങ്ങൾ എന്താണോ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചത് എല്ലാം ഇങ്ങെടുത്തോളൂ, നമുക്ക് വിഐപികൾ വന്നിട്ടുണ്ട്. നോക്കുമ്പോൾ ആ വന്നത് മിസ്കീന്മാരാണ്. മിസ്കീന്മാർ, അറിയണേ, പാവപ്പെട്ടവരെ സ്നേഹിക്കാനുള്ള മനസ്സെനിക്ക് തരണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്ത പ്രവാചകനാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിസ്കീന്മാർ ആരാ സ്നേഹിക്കുക? നമ്മൾ ആരെ സ്നേഹിക്കുന്നുണ്ടോ, എന്തെങ്കിലും അവരിൽ നിന്ന് ഒരു ഉപകാരം പ്രതീക്ഷിക്കുമ്പോഴല്ലേ അവരെ സ്നേഹിക്കുള്ളൂ. അവരോടല്ലേ നമ്മൾ കോണ്ടാക്ട് വെക്കുന്നുള്ളൂ, അവരുടെ നമ്പറിലെ ചോദിച്ചു വാങ്ങിക്കുന്നുള്ളൂ ഒരു ഉപകാരം. മിസ്കീന്മാർ എന്തുപകാരം ചെയ്യാനാ? നിങ്ങൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. പക്ഷേ നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ, അല്ലാഹുവേ, ഇന്നി അസ്അലുക ഹുബ്ബൽ മസാകീൻ, മിസ്കീന്മാരായ പാവപ്പെട്ടവരെ സ്നേഹിക്കാനുള്ള മനസ്സെനിക്ക് നൽകണമേ. അങ്ങനെ ഒരു നബിക്കേ ദുആ ഇറക്കാൻ കഴിയൂ. ആ പ്രവാചകരാണ് നമ്മുടെ നേതാവ് റസൂലുള്ളാഹ്. സമൂഹത്തിലെ ഏത് താഴ്ന്ന ആളും സമ്പത്തില്ലാത്തതിന്റെ പേരിൽ അവരെ മാറ്റി നിർത്തരുത്. അവരും നിങ്ങളുടെ സഹോദരങ്ങളാണ്, അവരും നിങ്ങളോടൊപ്പമാണ്. അവർക്ക് മിസ്കീന്മാരാണ് എന്ന കുറവല്ലാതെ അവരുടെ ഇസ്സത്തിന് കുറവ് തട്ടിക്കൊടുക്കരുത്. അവരുടെ ഇസ്സത്തിനൊരു കുറവുമില്ല. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക ഹുബ്ബൽ മസാകീൻ وإذا أردت بعبادك فتنة فاقبضني غير مفتون എന്ന നബി തങ്ങളുടെ ദുആയിലുണ്ട്. മിസ്കീന്മാരെ സ്നേഹിക്കാൻ എനിക്ക് തൗഫീഖ് നൽകണമേ. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ആ മിസ്കീന്മാരെ അവരെ വിളിച്ചു അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു, വളരെ ചെറിയ ഭക്ഷണം. എന്നിട്ട് മഹാൻ കൊണ്ടുപോയിട്ട് അവിടുത്തെ വീട്ടിലെ എല്ലാ തരത്തിലുമുള്ള അൽവാനൽ അത്ഇമ, വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങൾ മുഴുവനും വെച്ചു കൊടുത്തു സന്തോഷത്തോടെ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഉത്തരം, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകി
നൽകിയ പോലെ നിങ്ങൾ എന്റെ ക്ഷണത്തിനും ഉത്തരം നൽകിയല്ലോ. ആ സന്തോഷം അവരുമായി പങ്കുവെക്കുകയാണ് തങ്ങളായ സയ്യിദായ ഹബീബിന്റെ പേരക്കുട്ടിയായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. അൽ ഹസനുൽ ബസ്രി അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്നറിയപ്പെടുന്ന ഹദീസിലെ അമീറുൽ മുഅ്മിനീനാണ് അൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ ഒരു കൂട്ടം കുട്ടികളാണ് വിളിച്ചത്. റൊട്ടി കഷ്ണുണ്ട്, ഹസനുൽ ബസ്രി ഞങ്ങളുടെ കൂടെ വന്ന് ഈ റൊട്ടി കഴിക്കുന്നുവോ? അവരുടെ കൂടെ ഇരുന്നു ഹസനുൽ ബസ്രി തങ്ങൾ. ഫജലസ വഅഖല മഅഹും. എന്നിട്ട് അവരോട് അല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരണം, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം ഞാൻ നിങ്ങൾക്ക് കഴിപ്പിക്കാൻ തരും. എന്നിട്ട് പറഞ്ഞു ലഹുമുൽ ഫദ്ലു അലൈനാ. ആ മക്കൾക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുത്തു അൽ ഹസനുൽ ബസ്രി തങ്ങളെ. എന്നിട്ട് പറഞ്ഞു എന്നാലും ഈ മക്കൾക്കാണ് എന്നെക്കാളും സ്ഥാനം. അവരുടെ കയ്യിൽ ഒരു റൊട്ടിയേ ഉണ്ടായിരുന്നുള്ളൂ. ആ റൊട്ടി കഴിക്കാനാ അവരെന്നെ വിളിച്ചത്. അവരുടെ കയ്യിൽ അതുമാത്രമാണുള്ളത്. എന്നാൽ എൻ്റെ വീട്ടിൽ എത്രയോ വേറെ ഭക്ഷണമുണ്ട്. അതിൽ നിന്ന് കുറച്ചേ ഞാൻ ഇവർക്ക് കൊടുത്തിട്ടുള്ളൂ. അവരെനിക്ക് തന്നത് അവരുടെ കയ്യിലുള്ള എല്ലാമാണ്. ഞാൻ കൊടുത്തത് എൻ്റെ കയ്യിലുള്ളതിൽ നിന്ന് അല്പമാണ്. ശുദ്ധ റമദാനിലൊക്കെ മദീന പള്ളിയിൽ കണ്ടിട്ടില്ലേ അവിടെ സുപ്രവിരിക്കുന്നത് നോമ്പ് തുറക്കാൻ നേരത്ത്? സാധാരണ ദിവസങ്ങളിൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും മഗ്രിബിന്റെ സമയത്ത് മസ്ജിദിന്റെ ചില ഭാഗങ്ങളിലൊക്കെ സുപ്രവിരിക്കും. മദീനക്കാരായ മക്കള്, അവരുടെ വാപ്പമാര് ചിലപ്പോ സംസമും ഈത്തപ്പഴവും കുറച്ച് റൊട്ടിയും അതേ ഉണ്ടാവുള്ളൂ. ആരൊക്കെ അവിടെ വന്നിരിക്കുന്നു അവർക്ക് സന്തോഷമാണ്. ചിലപ്പോ ചെറിയ കപ്പല് ഗാവ ഒഴിച്ചു തരും. അതിനുവേണ്ടി അവർ സ്നേഹത്തോടെ ഇവിടെ വന്നിരിക്കിൻ എന്ന് പറയും. ഒരുപാട് സുപ്രകൾ കാണും അവിടെ. ആ സുപ്രകളിലൊക്കെ നോമ്പ് തുറപ്പിക്കാൻ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചായയും അവരുടെ ഈത്തപ്പഴവും സംസവും വെച്ച് തരുന്നു, ചെറിയ റൊട്ടി കഷ്ണങ്ങളും. അവരതിലേക്ക് ക്ഷണിക്കാൻ. മാഷാ അല്ലാഹ്, അത് അൻസാരികളുടെ ഒരു സ്വഭാവമാണ്, മദീനക്കാരുടെ ഒരു സ്വഭാവമാണത്. ആ മക്കൾ അവർ ഉള്ളതിലേക്കാണ് വിളിക്കുന്നത്. അവിടെ നമ്മൾ പത്തിരി ഇറച്ചിയൊന്നും പ്രതീക്ഷിക്കരുത്. ആ മസ്ജിദിനുള്ളിൽ അത്രയും അവിടെ സൗകര്യമുണ്ട്. അപ്പോഴേക്ക് നിസ്കരിക്കാൻ സമയമായി. ആ ഒരു ഭക്ഷണത്തിലേക്ക് അവർ വിളിക്കാൻ. ഹസനുൽ ബസ്രി തങ്ങളുടെ വാക്കിന്റെ അർത്ഥം ഞാൻ ആലോചിച്ചു പോവാണ്. ആ മക്കളെ അവരുടെ കയ്യിലുള്ളതല്ലേ തന്നത്. നാം കൊടുക്കുന്നത് നമ്മുടെ കയ്യിലുള്ളതിൽ നിന്ന് ചിലതാ കൊടുക്കുന്നുള്ളൂ, മുഴുവനല്ല കൊടുക്കുന്നത്. അപ്പോഴും ലഹുമുൽ ഫദ്ലു അലൈനാ, നമ്മളെക്കാളും സ്ഥാനം ഈ മക്കൾക്ക് തന്നെയാണെന്ന് മഹാനവറുകൾ പറയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിനയാന്വിതരായ ആളുകളെയാണ് ഇഷ്ടപ്പെടുന്നത്. താഴ്മ കാണിക്കുന്നതും മനുഷ്യരോട് സവിനയം പെരുമാറുന്നതും അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവമാണ്. അഹങ്കാരികൾക്ക് സംഭവിച്ച പതനങ്ങളെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഖാറൂനിനെ ഭൂമി വിഴുങ്ങി എന്ന് നമുക്കറിയാം. ഈജിപ്തിൽ നിന്നൊരു 100-120 കിലോമീറ്റർ കെയ്റോയിൽ നിന്ന് യാത്ര ചെയ്താൽ ഫയ്യൂം എന്ന് പറയുന്ന സ്ഥലമെത്തും. അവിടെയാണ് ഖാറൂനിന്റെ കൊട്ടാരമുണ്ടായിരുന്നത്. അവിടെ ഒരു കുളമാണ്. ആ കൊട്ടാരവും പറമ്പും മുഴുവൻ ഭൂമിയിലേക്ക് ആഴ്ന്നു പോയിട്ട് ഒരു ചെറിയ ജലാശയമായി നിൽക്കുന്നത് ഇന്നും അവിടെ ചെന്നാൽ കാണാൻ കഴിയും. അവനെയും അവന്റെ സിംഹാസനവും എല്ലാം ഭൂമിയിലേക്ക് നാം താഴ്ത്തിക്കളഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാമിനോട് ദുആ ചെയ്യാമെന്നതാ. മൂസാ നബിയെ, ഞാൻ പാവമാണ്, എനിക്ക് സമ്പത്ത് വേണം. മൂസാ നബി ദുആ ചെയ്തു, റബ്ബേ ഖാറൂന് കൊടുക്കണേ. പിന്നെ അവൻ പറഞ്ഞ വാക്ക് ഇന്നമാ ഊതീതുഹു, ഇത് എനിക്ക് നൽകപ്പെട്ടത് അലാ ഇൽമിൻ ഇൻദി, ഞാൻ എന്റെ കഴിവ് കൊണ്ടുണ്ടാക്കിയ സമ്പാദ്യമാണിത്. ഇതിൽ നിന്ന് പാവപ്പെട്ടവർക്ക് ഞാൻ തരില്ല. ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്. നംറൂദ് ഇബ്നു കൻആനിനെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരമുണ്ടാക്കി എറിഞ്ഞ് ശിക്ഷിച്ച നംറൂദ് ഇബ്നു കൻആനിനെ അല്ലാഹു ശിക്ഷിച്ചത് ഒരു കൊതുകിനെ മൂക്കിനുള്ളിലേക്ക് പറഞ്ഞയച്ചിട്ടാണ്. ഒരു കൊതുകാണ്. ആ കൊതുക് തലച്ചോറിനുള്ളിൽ ചെല്ലുന്നു. ആ കൊതുകിന്റെ ജീവൻ പോയില്ല. അവിടെ നിന്ന് ആ മനുഷ്യന്റെ ബ്രെയിനിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ചെരുപ്പ് കൊണ്ട് തലക്കടിക്കാൻ പറയുന്നു നമ്രൂദ്. അങ്ങനെ വേദന സഹിക്കാൻ കഴിയാതെ, കൊതുകിനെ പുറത്തെടുക്കാൻ കഴിയാതെ തലക്ക് അടികൊണ്ടിട്ടാണ് നമ്രൂദ് ഇബ്നു കൻആൻ അന ഉഹീ വ ഉമീത്, എനിക്കും ജീവിപ്പിക്കാൻ കഴിയും, എനിക്കും മരിപ്പിക്കാൻ കഴിയുമെന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറഞ്ഞപ്പോ, എന്നാൽ എന്റെ റബ്ബാണ് സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നത്, നിനക്ക് പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിക്കാൻ കഴിയുമോ? ഫബുഹിതല്ലദീ കഫർ
ഒരു ജീവനുള്ള രണ്ട് മനുഷ്യന്മാർ, രണ്ട് ജയിൽ പുള്ളികളെ കൊണ്ടുവന്നു. ഒരാളോട് പറഞ്ഞു നീ പൊയ്ക്കോ, മറ്റൊരാളെ തൂക്കിക്കൊല്ലാൻ വിധി പറഞ്ഞു, അയാളെ കൊന്നു. എന്നിട്ട് പറഞ്ഞു ഞാൻ ജീവിപ്പിക്കും, ഞാൻ മരിപ്പിക്കും. How absurd it is. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിന് മറുപടി കൊടുത്തില്ല എന്നത് അത്ഭുതം. കാരണം എന്ത് പണിയപ്പി ചെയ്യുന്നത്? ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ശരീരം തൊടാതെ റൂഹ് എടുക്കാൻ പറ്റണം. അതാണ് മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. കൊല്ലുക എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ നഫ്സിനെ ബ്രേക്ക് ചെയ്യാൻ അള്ളാഹു ഒരു റൂഹ് നിൽക്കാൻ ഒരു ശരീരത്തിന്റെ ചില ഘടകങ്ങൾ വെച്ചിട്ടുണ്ട്. ചോര, രക്തം, ശരീരത്തിന്റെ ഘടന, അത് ബ്രേക്ക് ചെയ്താൽ ആൾ മരിക്കും. പക്ഷേ ഒരാളെ ശരിക്കും മരിപ്പിക്കാൻ കഴിയുമെങ്കിൽ തടിയിൽ തൊടാതെ ഒരു മനുഷ്യനെ കിടത്തിയിട്ട് റൂഹെടുക്കാൻ പറ്റണം. ഇത് അല്ലാഹുവിന് മാത്രമേ കഴിയുള്ളൂ. അല്ലാത്തതൊക്കെ ശരീരത്തെ ബ്രേക്ക് ചെയ്യാൻ. കൊല്ലലാണോ? അവരാണോ മരിപ്പിക്കുന്നത്? മരിപ്പിക്കുന്നത് അല്ലാഹുവാണ്. ഒരാളെ മരിപ്പിക്കാൻ കഴിയും, ജീവൻ കൊടുക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ ആ നഫ്സിൽ തൊടാതെ റൂഹെടുക്കണം. ഇബ്രാഹിം നബി അതുകൊണ്ട് തർക്കിക്കാൻ പോയില്ല. ഇത്തരം മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് ജീവിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇവൻ പറയുന്നതെങ്കിൽ അതിന് ഉത്തരം കൊടുക്കാതിരിക്കാൻ നല്ലത്. അപ്പോഴാണ് സൂര്യനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. സൂര്യനെ കിഴക്കുന്ന് ഉദിപ്പിക്കുന്നവനാണ് എന്റെ റബ്ബ്, നീ പടിഞ്ഞാറെന്ന് ഉദിപ്പിക്കേ. നമ്രൂദ് ബിൻ കൻആൻ അവിടെ മുട്ടുമടക്കി എന്ന് വിശുദ്ധ ഖുർആൻ. ഫബുഹിതല്ലദീ കഫർ. ഫറോവ, ഫിർഔൻ അന റബ്ബുകുമുൽ അഅല. ഈജിപ്തിലെ കെയ്റോവിലെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ മ്യൂസിയം ഉണ്ട്. പുതിയ മ്യൂസിയം 2022 ഓപ്പൺ ആക്കിയിട്ടുള്ളൂ. ഈ വർഷം 2022 അല്ലേ? ഈ വർഷം തുടക്കത്തിൽ ഓപ്പൺ ചെയ്ത മ്യൂസിയത്തിലാണ് ഇപ്പോ ഫിർഔന്റെ ബോഡി കിടക്കുന്നത്. ചെന്നാൽ കാണാൻ പറ്റും. 19 മമ്മികൾ വേറെയുണ്ട്. വേറെയും അന്നത്തെ ഫിർഔനുമാർ, റംസീസ് 1-നും 2-നും 3-നും 7-നും 9-നും 11-നും ഉണ്ട്. റംസീസ് 2-മനാണ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്തെ ഫിർഔൻ. ആ ഫിർഔനെ ഇന്ന് നമുക്ക് ഇങ്ങനെ കാണാൻ, അടുത്ത് വരെ പോയിട്ട് ഇങ്ങനെ നോക്കി ഗ്ലാസിനുള്ളിലൂടെ ഇങ്ങനെ കാണാൻ പറ്റും ആ മനുഷ്യൻ കിടക്കണത്. അന റബ്ബുകുമുൽ അഅല, ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ പടച്ചവനാണ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണത്. എന്നിട്ട് പറഞ്ഞു ഈ നദികളൊക്കെ എന്റെ കാലിന്റെ കീഴെയല്ലേ, നൈൽ നദി എന്റെ കൺട്രോളിലാണെന്ന്. പക്ഷെ അതിൽ വെള്ളം എടുത്ത് നോക്കുമ്പോ ആ വെള്ളം ചോരയാണ്. ചോര കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചു ഫിർഔനിനെ. ഭക്ഷണം പാകം ചെയ്യാൻ നിന്നാൽ അതിൽ തവളകൾ വരും. തവളകളെ കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചു. ഡെയിലി കുളിക്കുന്ന മനുഷ്യനാ ഫറോവ. പക്ഷെ എപ്പോഴും തലയിൽ പേനാണ്. പേന് എന്ന് പറഞ്ഞാൽ നിറയെ വൽ ഖുമ്മൽ വൽ ജറാദ്. ഇങ്ങനെ അല്ലാഹു പരീക്ഷണം കൊടുത്തു എന്ന് മാത്രമല്ല, വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, എന്റെ കാലിന്റെ താഴെയല്ലേ ഒലിക്കണത്. അതൊരു പ്രയോഗമാണ്. പക്ഷെ അല്ലാഹു അതിനെ ലിറ്ററലി അല്ലാഹു അതിന് ഉത്തരം കൊടുത്ത് എങ്ങനെയാണെന്നറിയോ? അവന്റെ തലക്ക് മീതെ ആ വെള്ളത്തെ ഒഴുക്കി, അങ്ങനെ മുക്കി കളഞ്ഞത്. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്, നബിയേ ഫറോവ മുങ്ങുമ്പോ യാ റസൂലല്ലാഹ്, നബിയേ ലൗ റഅയ്തനി യാ മുഹമ്മദു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅന അദുസ്സു ഫീഹി മിൻ ഹാലിൽ ബഹ്രി ഹത്താ ലാ തുദ്രികഹു റഹ്മത്തുല്ലാഹ്. ആയിരക്കണക്കിന് നിരപരാധികളായ മക്കളെ അഹങ്കാരം തലയിൽ കയറിയത് കൊണ്ട് മാത്രം കൊന്നുകളഞ്ഞ ഫറോവ ചെങ്കടലിന്റെ മധ്യത്തിൽ, അതായത് സൂയസ് ഉൾക്കടൽ, സൂയസ് കനാല് തുടങ്ങുന്ന ഭാഗം, അവിടെയാണ് സംഭവം നടന്നത്. സൂയസ് കനാല്, സൂയസ് ഉൾക്കടൽ അവസാനിക്കുന്നിടത്ത് സൂയസ് കനാൽ മെഡിറ്ററേനിയനിലേക്ക് പോകുന്നു. അതിന് തൊട്ടുപുറത്ത് ഐൻ മൂസ എന്ന സ്ഥലത്തിന്റെ പേര്, ഇപ്പൊ അവിടെ വലിയ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയൊരു ചെക്ക് പോസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്, ഐൻ മൂസ. ആ ഭാഗത്താണ് കടൽ മുറിച്ചു കടന്ന സ്ഥലം എന്നാണ്. അവിടം ഫറോവ വെള്ളത്തിൽ മുങ്ങി മരിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഇടപെട്ടു. വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങാൻ അവൻ പറയാൻ തുടങ്ങി, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. ഇസ്രായേൽ മക്കളൊക്കെ വിശ്വസിച്ച പടച്ചവനാരോ അവനിൽ ഞാനും വിശ്വസിക്കുന്നു എന്ന് അവൻ പറഞ്ഞു വെച്ചു. അല്ലാഹുവിന്റെ മറുപടി ഇപ്പോഴാണോ പറയുന്നത്? സമയം ഒരുപാട് ലേറ്റ് ആയല്ലോ. ആന വഖദ് അസൈത ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ. നബിയേ, ജിബ്രീൽ തങ്ങൾ പറയാം, നബിയേ ലൗ റഅയ്തനി യാ മുഹമ്മദു, നബിയേ നിങ്ങൾ ഞാൻ ചെയ്യുന്നതൊന്ന് കണ്ടിരുന്നുവെങ്കിൽ, വഅന അദുസ്സു ഫീഹി മിൻ ഹാലിൽ ബഹർ. ഹാൽ, ബഹറിന്റെ ഹാൽ എന്ന് പറഞ്ഞ് കറുത്ത ചെളിക്കാണ് ഹാൽ എന്ന് പറയാം, ദുർഗന്ധമുള്ള ചെളി.
കടലിലെ ദുർഗന്ധമുള്ള ചെളി ഞാൻ ഫറോവയുടെ വായയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുകയായിരുന്നു. അവരൊരിക്കലും ഇനി റബ്ബിന്റെ റഹ്മത്ത് അർഹിക്കുന്നില്ല നബിയെ. അവന്റെ വായ കൊണ്ട് ഇനി ഒന്നും അവൻ പറയരുത് എന്ന് വിചാരിച്ച് അവന്റെ വായയിലേക്ക് ഞാൻ ആ സമുദ്രത്തിലെ ചെങ്കടലിലെ ചെളി ഞാൻ അവന്റെ വായയിൽ നിറച്ചു കൊടുക്കുന്ന നേരം നബിയെ നിങ്ങൾ എന്നെ കണ്ടിരുന്നുവെങ്കിൽ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം. അല്ലാഹു എന്തു ചെയ്തു? എന്റെ കാലിന്റെ മിൻ തഹ്തി എന്ന് പറഞ്ഞതിന് മിൻ ഫൗഖിഹി, തലന്റെ മീതെയാണ് അല്ലാഹു ഒഴുക്കിയത്. വെള്ളത്തിൽ മുങ്ങിയിട്ടാവും മരിക്കുന്നത്. ഇതൊക്കെ എന്റെ കാലിന്റെ താഴെയല്ലേ? അവന്റെ തലക്ക് മീതെ അല്ലാഹു വെള്ളം ഒഴുക്കി. ഇതിനൊക്കെ അല്ലാഹു സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഫിർഔൻ നിന്റെ ബോഡി ഞാൻ സൂക്ഷിച്ചു വെക്കും. 1901 അല്ലെങ്കിൽ 2 വരേക്കും ലോകത്തറിയില്ല ഫിർഔന്റെ ഡെഡ് ബോഡി എവിടെയാണെന്ന്. ആർക്കും അറിയില്ല.